ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഉണ്ടയാണ്. അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ ദിവസത്തിൽ ഓരോന്ന് വീതം കഴിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പനഞ്ചക്കര എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് പനഞ്ചക്കര എന്ന് പറയുന്നത് 450 ഗ്രാമാണ്. അപ്പോൾ ഈ പനഞ്ചക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിൽ യാതൊരുവിധ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉരുക്കിയിട്ട് നേരെ നമുക്ക് ഉപയോഗിക്കാം. അരിച്ചെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഉരുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഉരുക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2.5 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലിട്ട് ഒരു 150 ഗ്രാമോളം, അതായത് മട്ട അരിയുടെ അവലാണ്. ഇതൊന്ന് വിളയിച്ചെടുക്കണം. വിളയിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഈ നെയ്യിൽ അവലിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. വൈറ്റമിൻ B12, B1 ഇതൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിവികാസത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അവലെന്ന് പറയുന്നത്. അതുപോലെ ഇത് വയറിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഒരു പ്രോബയോട്ടിക് ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വയറ് വീർക്കുന്നത് തടയാനും പിന്നെ വയറിലുള്ള അസുഖങ്ങൾ എല്ലാം മാറിക്കിട്ടാനും അവൽ വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് വരെ കഴിക്കാം. ക്യാൻസറിന് വരെ തടുക്കാൻ ഗുണങ്ങളുള്ള അത്രയും നല്ലൊരു ഭക്ഷണമാണ് അവലെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അവൽ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തേങ്ങ ചിരണ്ടിയത് ആ പീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഇടത്തരം തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ അവലും തേങ്ങയും നല്ലപോലെ ഈ നെയ്യിലൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അവലുപയോഗിക്കുമ്പോൾ ഇതുപോലെ മട്ടേരിയുടെ അവൽ ഉപയോഗിക്കണം. മറ്റേ വെള്ളേരിയുടെ അവലിനേക്കാളും എന്തുകൊണ്ടും നല്ലത് മട്ടേരിയുടെ അവലാണ്. ഈ നെയ്യിലിങ്ങനെ തേങ്ങ മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. അല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. ഇപ്പോൾ നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ശർക്കരയിലെ വെള്ളം എല്ലാം വറ്റി വരുമ്പോൾ ശരിക്കും ഇത് നന്നായിട്ട് ടൈറ്റായി വരും. അപ്പോൾ ആ പാകമാണ് നമുക്ക് വേണ്ടത്. കാരണം ശർക്കരയിലെ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പെട്ടെന്ന് കേടായിപ്പോവും സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ പാകമൊന്ന് നോക്കാം. കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് 2 വിരലുകൊണ്ട് ഇങ്ങനെ തെറ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്ന് ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റിയെന്ന് ഉറപ്പായി വരുമ്പോൾ നമുക്കിതിലേക്ക് പ്രധാനപ്പെട്ട ഐറ്റം ചേർക്കാം. എള്ളാണ്, കാരെള്ളാണ് ഞാൻ ചേർക്കുന്നത്. കാരെള്ളെന്ന് പറഞ്ഞതുപോലെ നല്ല കറുത്ത എള്ള്. ഈ എള്ള് നന്നായിട്ട് കഴുകി തുണിയിൽ വിരിച്ച് തണലിൽ ഉണക്കിയതാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ടാണ് ഇപ്പോൾ എള്ള് ചേർത്ത് യോജിപ്പിക്കുന്നത്. ഇനി നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ആ ഉരുളിയുടെ ചൂടിൽ തന്നെ കിടന്ന് എള്ള് തേങ്ങയോടും അവലിനോടൊപ്പം നന്നായിട്ട് യോജിച്ചോളും. എള്ളിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളുണ്ട്. എല്ലിനും പല്ലിനും ത്വക്കിനും കണ്ണിനും എല്ലാത്തിനും വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാൻ, അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിന്, മാനസിക ഉല്ലാസത്തിന് വളരെ നല്ലതാണ് എള്ളെന്ന് പറയുന്നത്. അയൺ കണ്ടൻറ്റ് ധാരാളം ഉള്ളതാണ്. പിന്നെ പ്രായം ആധിക്യം മൂലം ഉണ്ടാകുന്ന ആ ജരാനരകൾ അത് കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് എള്ള്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളുണ്ട്. അപ്പോൾ
ഇനി ഈ മിശ്രിതം ഒന്ന് ആറാൻ വയ്ക്കുക. ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെയുള്ള ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒത്തിരി ചൂടോടെ ഉരുട്ടരുത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുള പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല പോലെ ഒന്ന് ആറി ഒരു ചെറു ആവുമ്പോൾ ആ പാകമാകുമ്പോൾ നമുക്കിത് ഉരുളകളായിട്ട് ഉരുട്ടി എടുത്ത് വെച്ചിട്ട് നമുക്കത് വേണമെങ്കിൽ പാത്രത്തിൽ എടുത്ത് സൂക്ഷിക്കാം. എന്നിട്ട് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഓരോ ഉണ്ട വീതം കഴിക്കാം. വീണ്ടും ഇത് തീരുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ കുട്ടികൾക്ക് വേറെ ബേക്കറി ഐറ്റം ഒന്നും കൊടുക്കാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ആരോഗ്യത്തോടെ വളരും. മുതിർന്നവർക്കും ഇത് വളരെ നല്ലതാണ്. ഓരോ വയസ്സ് കൂടുന്തോറും എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലം കുറയും, അതുപോലെ തന്നെ ഓർമ്മശക്തി കുറയും. ഇതെല്ലാം ഇല്ലാതാക്കാനും അസ്ഥിക്ഷയം, ബലക്ഷയം ഇതെല്ലാം മാറ്റാനും വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഔഷധ ഉണ്ടയാണ് ഈ ഉണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്